Hello friends, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ സ്നാക്സ് ഉണ്ടാക്കലാണ് അമ്മമാർക്ക് കുറച്ച് തലവേദനയുള്ള കാര്യം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് എല്ലാവർക്കും വേണ്ടത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ബട്ടർ മുറുക്കാണ് ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലത്തെ മുറുക്ക് റെസിപ്പീസ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യൂ. ഞാൻ കൂടുതൽ ഇതുപോലത്തെ സ്നാക്ക് റെസിപ്പീസാണ് ചെയ്യാറുള്ളത്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി സ്നാക്ക് റെസിപ്പീസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുറുക്കുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതി വേണം കടലമാവ് ചേർത്ത് കൊടുക്കാൻ. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ബട്ടർ മുറുക്കായതുകൊണ്ട് അടുത്തത് നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറാണുള്ളത്. ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചതാണ്, ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ എള്ളാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. അപ്പോൾ ജീരകം ചേർക്കേണ്ടവർക്ക് ജീരകം ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ബട്ടർ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇതിൽ എരിവ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഉപ്പ് ഇപ്പോൾ ഒന്ന് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ച് കഴിയുമ്പോൾ പിന്നെ ഉപ്പ് ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോ എന്നുള്ളത്. ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് ഇത് കുഴച്ചെടുക്കാനായിട്ട്. നിങ്ങൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നോക്കുക. ഇനി ഇത് നമുക്ക് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുറുക്കുണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ സ്റ്റാർ പോലത്തെ ചില്ലാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാറിൻ്റെ ചില്ലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഇട്ടിട്ട് മാവ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മുറുക്കിൻ്റെ മാവ് ഇട്ട് കൊടുക്കാം. നിങ്ങളെപ്പോഴും എണ്ണയിലേക്ക് മുറുക്കിടുന്നതിനേക്കാളും മുമ്പ് കുറച്ചൊന്ന് പിഴിഞ്ഞ് നോക്കുക. ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിരി അടച്ചിട്ടില്ലെങ്കിൽ അത് പൊട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണയിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ മുഖത്തേക്ക് പൊട്ടും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടില്ലെന്ന് അറിയാനായിട്ട് ഒന്ന് ഇതുപോലെ പാത്രത്തിലേക്ക് കുറച്ചൊന്ന് പിഴിഞ്ഞ് നോക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് പാത്രം ചൂടായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് മാവിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കാം. ചൂടായിട്ടില്ല, കണ്ടില്ലേ, നേരെ താഴെ പോയി കിടന്നു. ചൂടായിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വരും. ഇതെപ്പോഴാണ് പൊങ്ങി വരുന്നത് അപ്പോൾ നമുക്ക് മുറുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ കറക്റ്റ് ചൂടായിട്ടുണ്ടാവും. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാനിതെടുത്ത് മാറ്റുകയാണ്. പതുക്കെ മർത്തി കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുക വെച്ചെങ്കിൽ അതാണ് എളുപ്പം. കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള നീളമാകുമ്പോൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. എണ്ണയുടെ ആ സൗണ്ട് കുറഞ്ഞു വരും മുറുക്കാകും തോറും. എണ്ണയിലെ ബബിൾസും കുറയും. അപ്പോൾ വേണം നമ്മളിത് എടുത്ത് മാറ്റാനായിട്ട്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് കോരാം. ഇതിന് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത ട്രിപ്പും ഇതുപോലെ നമുക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം.
അപ്പോൾ കണ്ടില്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ബട്ടർ മുറുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇനി ഇതുപോലെയുള്ള സ്നാക്ക് റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.